സൂപ്പർ. എടുക്കാൻ പോണോ? ഇതൊക്കെ മണിക്കൂർ ചേട്ടാ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ്. കയറാൻ പോവാ. അയ്യോ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇടാൻ പോവാണോ? അത് കിടക്കി. എത്ര മണി കേറിയല്ലോ തല ഞങ്ങൾക്ക് ഉറപ്പായി. സൂപ്പർ സൂപ്പർ. അടിപൊളി. ആണോ ചെരുപ്പൊക്കെ ഊരുന്നോ? Are you serious? Oh. മര്യാദക്ക് ഷൂസ് ഇട്ടാ പോരായിരുന്നു അല്ലേ? അയ്യോ അല്ല, ഇതിൽ ഏതായിട്ടാണ് ദേവി ചേച്ചി ട്രൈ ചെയ്യാൻ പോകുന്നത്? അതാണ് എനിക്ക് താല്പര്യം. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ആ സാധനം ബാലൻസ് ചെയ്യുന്നത് നോക്കിക്ക. അതിന്റെ ഇപ്പുറത്തെ സൈഡ് വെച്ചാണ്. ആണ്ടെ 2 കസേരയോ? നോക്കണേ, കേർഫുൾ. ബലൂണും ബക്കറ്റും ഒന്നും ഒട്ടിച്ച പോലെയല്ല ഇത്. അയ്യോ നമ്മൾ കൺവിൻസ്ഡ് ആയി. വേണമെങ്കിൽ ചെയ്യണം എന്നില്ലട്ടോ അതൊക്കെ. ഒരു പ്ലാസ്റ്റിക് ടേബിൾ ആണ്. ആ ടേബിൾ ആണ് അഖിൽ തലയില് നെറ്റിയില് ബാലൻസ് ചെയ്യുന്നത്. അയ്യോ അളിയ അടുത്ത നെറ്റിയില്. ഈശോയെ, ഇത് ഭയങ്കര റിസ്ക് ആട്ടോ. കാണുന്ന നമുക്ക് തന്നെ അത് പേടിയാവുന്നുണ്ടേ. ഗ്രാഫിക്സ് ആണോ? ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പക്രുചേട്ടനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ലേ? കിട്ടില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരു കാര്യം നോക്കിക്കോട്ടെ. പറ്റും, പക്രുചേട്ടനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പക്രുചേട്ടൻ പുള്ളിയുടെ താങ്ക്സ് പറയാൻ പറഞ്ഞു. കാരണം ഏണി എടുത്തിട്ടേ നെറ്റി വെച്ചപ്പം പുള്ളിയുടെ ഫോണിൽ റേഞ്ച് വന്നു. ഇതൊരു റേഞ്ച് ഇല്ലാതിരിക്കുകയാണ്. ടവർ ഇവന്റെ ഈ കോമഡി ഏത് മുറിയിലിട്ട് കൂട്ടുന്നത്? ഇതൊരു മെസ്സപ്പൊട്ടോമിയൻ ജോക്സ് ആയിട്ട് കണക്കാക്കാം. പ്രാചീന കാലത്തെ കോമഡി കൾച്ചർ.
എവിടെയാ സ്ഥലം എവിടെയാ? സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം. ഓക്കെ, അപ്പൊ ഫുട്ബോൾ പ്ലെയർ ആണോ എന്നുള്ള ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. ആയിരുന്നു. ഒരു സർജറി കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഈ പാഷനായിട്ട് മുന്നോട്ട് പോവുക ചെയ്തു. എന്തിന് സർജറി? കാലിന്റെ ഇടയിൽ ഒരു മുഴ വന്നിരുന്നു. അയ്യോ. അത് റിമൂവ് ചെയ്തതിന്റെ ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഇനി ജീവിതത്തിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. അപ്പോ അത്രയും ഇഷ്ടമുള്ള കാരണം, ഫുട്ബോൾ ഇഷ്ടമുള്ള കാരണം ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ പാഷൻ ഫോളോ ചെയ്ത്. അയ്യോ, എന്താ പഠിച്ചത്? ഞാനിപ്പോ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. വെരി ഗുഡ്. അപ്പൊ ഇത് ചെയ്ത് എന്തെങ്കിലും ചെറിയ ഇത് വന്ന സ്വന്തമായിട്ട് തന്നെ ട്രീറ്റ്മെന്റ് അല്ല, ഇങ്ങനെ ചെയ്തതിൽ ഇടയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹം കാരണം ഒന്നും പറ്റിയിട്ടില്ല. ഓ, പക്ഷെ ഭയങ്കര കേട്ടോ, ഇത്രയും വെയിറ്റ് നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഈ നമ്പേഴ്സ് ഒക്കെ ഗ്രൗണ്ടിൽ ചെയ്യാറുണ്ടോ? അവര് ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോ നമ്മൾ അത് പോയിട്ട് പറയാൻ വേണ്ടി ഗസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഫുട്ബോൾ കളിക്കാരന്റെയും ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പാണ്. And he was lucky enough to be their invited guest. Wow. അത് ഏത് ഖത്തറിലല്ലേ പോയത്? ഇപ്പൊ കഴിഞ്ഞ ഖത്തർ. അടിപൊളി. ഖത്തറിൽ അവരുടെ ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് അവിടെ പോയി. ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് 13 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. ഫുള്ള് ട്രാവലും അക്കോമഡേഷനും എല്ലാം അവരുടെ വകയെ തന്നെ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആകെ 2 പേരാണ് പോയിട്ടുള്ളൂ. ഒന്ന് ഞാനും പിന്നെ കോഴിക്കോടുള്ള ഒരു ഹാദിയ പറഞ്ഞ ഫ്രീ സ്റ്റൈലറും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അവർ സെലക്ട് ചെയ്തത്? ഇത് അവര് കൾച്ചറൽ ആക്ടിവിറ്റി പ്രോഗ്രാം ഉണ്ടാവും സ്റ്റേഡിയങ്ങളുടെ പുറത്ത്. നമ്മള് ഫാൻസ് വരുമ്പോ അവരെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. അപ്പൊ അതിൽ ഞാൻ ഈ ഐറ്റംസ് പിന്നെ അല്ല, ഇനി ഇതൊക്കെ ചോദിച്ചു പഠിച്ചിട്ടേ അവിടെ ആങ്കറിങ്ങിന് പോകാനാണ് അല്ല, അവിടെ മറ്റേ നമ്മുടെ ആദ്യം കൊണ്ടുവന്ന കമ്പില്ലേ, ആ കമ്പില് മറ്റേ വേസ്റ്റ് ഇത് ബലൂണൊക്കെ വെച്ചിട്ടുള്ള ആ കോമഡി ആ സാധനം അതെ 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 അത് അതിനുള്ള റൂട്ടായി ചോദിച്ചു വരുന്നത്. നീ അലീന, നീ അതുകൊണ്ട് ഗാലറി നടന്നാൽ മതി, വല്ല വേസ്റ്റ് ഇട്ടു ആൾക്കാർ. ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ബ്രോ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യമല്ല. അതെ, എത്ര നാളെടുത്തത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്? ഞാനിപ്പോ ഈ ടേബിളൊക്കെ ഒരു 3 ടേക്ക് ഓൾമോസ്റ്റ് എടുത്തിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ ഇത് സക്സസ് ആയി. വെറും 3 ടേക്കിൽ ഇത് ഓക്കെ? 3 take. അല്ലാതെ അതിന് മുന്നേ പ്രാക്ടീസ് ഒന്നും ഇല്ല ഉണ്ടായില്ല? ഇല്ല. ഇപ്പൊ ഈ സാധനങ്ങൾ അല്ലാണ്ട് ഇതിലും വെയിറ്റ് കൂടി എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഗ്യാസിന്റെ സിലിണ്ടർ ഗ്യാസ് ഊറ്റി എന്നിട്ട് അത് അത് ഞാൻ മുന്നേ ചെയ്യണതിന്റെ മുന്നേ തന്നെ ഒരു 2 ആഴ്ച ഓൾമോസ്റ്റ് ഞാൻ നെക്കിനുള്ള എക്സസൈസ് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം. പിന്നെ ഇല്ലേ 15 കിലോ കണ്ടില്ലേ അത്? ഉണ്ട്. എന്റെ ചേച്ചി നമ്മൾ ഈ ഐഷാഡ് ഇടുമ്പോ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ ഇവിടെ ഒക്കെ എന്തോരം വേന എടുക്കുമെന്നറിയോ? അതിലെ പ്രോത്സാഹനം തരുന്ന ആരാ? തീർച്ചയായിട്ടും ഉപ്പയമ്മയും പിന്നെ വല്യമ്മ പിന്നെ എന്റെ കസിൻസ് ആണ് എന്റെ എല്ലാ വീഡിയോസ് എടുത്തരല്. അപ്പൊ ഓൾമോസ്റ്റ് ചില വീഡിയോസിനൊക്കെ 350-450 ടേക്ക് വരെ ചില വീഡിയോസിന് പോയിട്ടുണ്ട്. അപ്പോ ഞാൻ വീഡിയോസ് എടുക്കുമ്പോ എനിക്ക് തന്നെ മടുപ്പ് വരും, വേണ്ട നിർത്താന്ന്. അപ്പൊ അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക. അത് റെക്കോർഡുകൾ ഒരുപാട് ഉണ്ടല്ലേ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, പിന്നെ URF വേൾഡ് റെക്കോർഡ്. അത് ഞാൻ 45 2 ബക്കറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ 2 ബോൾ വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ കയറി നിന്നിട്ട് നെക്കിലൊരു ബോൾ വെച്ചിട്ട് ഞാൻ ഇട്ട ഷർട്ട് 54 സെക്കൻഡില് 4 എണ്ണം അഴിച്ചു മാറ്റി. അതിനാണ് കിട്ടിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ട്രൈ ചെയ്തില്ലേ? ട്രൈ ചെയ്തിരുന്നു. ഞാനിപ്പോ അതിനെ ആരെങ്കിലും ഒക്കെ ചെയ്തവരുണ്ടെങ്കിൽ മുന്നേ അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഞാൻ. അത് റെഡിയാക്കാം. അല്ല, ഇതിനെ പറ്റി റെക്കമെൻഡ് ചെയ്യാം. കാരണം അല്ല, അത് നമ്മളെ അത് പക്രുചേട്ടൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. റെക്കമെൻഡ് ചെയ്യാനല്ല, ഇദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് എന്താണ് അതിന്റെ വഴി എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരും. അപ്പൊ ലൈഫും ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് പോകും അല്ലെ? ഒരു സൈഡില് ഭാര്യ, ഒരു സൈഡില് കാമുകി, അങ്ങനെയൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും അല്ലെ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എങ്ങനെയുള്ള ലൈനാണോ? ആരാ ഈ ഐഡിയ പറഞ്ഞു തന്നെ? അങ്ങനെ മിക്ക ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ചിലർ 2 കാമുകികളുമാരായിരിക്കും. നമുക്കറിയാം മിക്ക ആൾക്കാരെന്ന് പറയുമ്പോൾ ആരാണ്. മണിക്കൂർ ചേട്ടന്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ബാലൻസ് ചെയ്യുന്ന ഒരു കാമുകി, ഡേയിൽ ഒരു കാമുകി, നൈറ്റിൽ ഒരു കാമുകി, ഒരു കാമുകിയോ? ബാക്കിയൊക്കെ എവിടെ? അതേപോലെ ബാലൻസ് ചെയ്ത് പോകുന്നത് ഞാൻ പറഞ്ഞേ, മനസ്സിലായില്ലേ? അങ്ങനത്തെ ബാലൻസ് ഉണ്ട്. ഇപ്പൊ ദേവി ചേച്ചിയെ നോക്കുകയാണെങ്കിൽ ഷൂട്ടും കുടുംബവും ബാലൻസ് ചെയ്തതാണ്. പക്രുചേട്ടൻ ലൈഫേ ബാലൻസ് ചെയ്തോണ്ടിരിക്കുക. പക്രുചേട്ടൻ തന്നെ ഒന്നും ബാലൻസ് സെറ്റ് നടക്കുന്ന എലീനയ്ക്ക് മാത്രം ഒരു കുഴപ്പമില്ല. എന്നെയാണ് ഇന്ന് മനസ്സിലായില്ലേ? ലൈനുണ്ടോ? ലൈനെ കൂട്ടിക്കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞില്ല. അവിടെ ചോദ്യങ്ങളാവും. അവിടെ നിന്ന് മാറി നമുക്ക് ചോദിക്കാം. ലൈനുണ്ടോ? ഇല്ല. ശരി, എന്നാ എനിക്കൊരു ഇതുണ്ട്. ഈ ഏണി കയറുന്ന സംഭവം ഫുട്ബോളർ ആയതുകൊണ്ട് ബാലൻസ് എന്ന് പറഞ്ഞില്ലേ? ദേവി ചന്ദ്രൻ പണ്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം. ദേവി ചന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാലൻസിംഗ് ഫുട്ബോൾ ബാലൻസ് ഇല്ലാതെ ഏണി കയറാൻ എനിക്കും അറിയാവേ. അല്ലേ തന്നെ ഏണിയാ. എന്തായാലും ദേവി ചേച്ചി വാ.
പ്രേക്ഷകരെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ചരിത്ര മുഹൂർത്തം ദാ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഏണിയും പാമ്പും കളി. ഏണിയും പാമ്പും. ഏയ് ബാബു, ഞാൻ ഡൈസ് ചേട്ടാ, കുലുക്കിയിട് കുലുക്കിയിട്. അങ്ങനെ അങ്ങ് പിടിക്കണോ? അതെ മോളിൽ പോയിട്ട് ഞങ്ങൾ പാമ്പ് പിടിക്കില്ല. വിഴുങ്ങല്ലേ. നോക്കിട്ടെ ദേവി ദേവിയേ. ആണ് വേണ്ടോ ഡ്രസ്സൊക്കെ തീരുവേ. അയ്യോ. ഇട്ടോ? ഇട്ടോണേ, ഒരു മിനിറ്റ്. ആ, ഇനി ഇത് മേളിൽ വെച്ചിട്ട് ഒറ്റക്കാല് കോൺസെൻട്രേറ്റ് ചെയ്തോ. ബോള് എന്ത് ചെയ്യണം? ഇവിടെ വെച്ചിട്ട് ഡ്രസ് വിടണം. ഇനി ഫ്ലിപ്പ് അടിച്ച് താഴെ. അല്ലെങ്കിൽ ദേവി ആ ഫുട്ബോൾ താഴെ വെച്ചിട്ട് ഒരു ഗോൾ അടിച്ചാൽ മതി കാല് വെച്ച്. ആവേശം പോരാ. ഇനി കേറി ഇനി ഇറങ്ങണ എങ്ങനെ? അല്ല, ഇറങ്ങുന്ന രണ്ടുപേരും വെയിറ്റ് മാറിയില്ല, അതല്ല. ഇറങ്ങി. ഒരു ഗിഫ്റ്റ് കൂടെ ഇവിടുന്ന് പറ്റിയ ഏറ്റവും ഉയർന്ന ഗിഫ്റ്റ് അതാണ് ഏറ്റവും വലിയ. അവിടെ നിന്നോ, ശിക്ഷയാണ്. അവിടെ നിന്നോ, പോവരുത്. എവിടെയാ ഞങ്ങളുടെ ലണ്ടൻ ഈ ക്ലാസ്. എപ്പിസോഡ് തീർന്നവരവിടെ നിൽക്കണം.